ചെങ്കള ഇപ്പോൾ എയർപോർട്ട് റോഡാട്ടോ. എയർപോർട്ടിനെ ചാരിയുള്ള റോഡാണ്. ഇപ്പം ഇതിലെ നമ്മളൊരു വഴിക്ക് പോവുകയാണ്. ചെറിയൊരു യാത്രയിൽ നമ്മൾ സ്നേഹിതന്മാരായ ചങ്ങായിമാരൊപ്പത്ത് ഒരു ചെറിയൊരു യാത്രയിലാണ്. പ്രധാനമായിട്ടും ഇതിൽ ഹൈവേ കാണിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന യാത്രയിൽ ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരം കാസർഗോഡ് ഹൈവേ ഇപ്പോൾ പണിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള റോഡാണ് ഇട്ടത്. നല്ല അടിപൊളി വ്യൂ ആണ് ഈ പോകുമ്പോഴൊക്കെ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാം. അതോടൊപ്പം തന്നെ നമ്മളൊരു ഹോട്ടൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് മീൻ ചോറും എന്ന പേരുള്ളൊരു ഹോട്ടൽ. അപ്പോൾ വളരെ കുറഞ്ഞ ഇതിൽ നമ്മൾ ഈ പോകുന്ന ഇതിനിടയ്ക്ക് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ കാണാണ്ടായിരുന്നു. അവിടുന്ന് കണ്ട് അവരെ കണ്ടതിന് ശേഷം അവിടെ നമ്മളൊരു സുഹൃത്തായ നമ്മളെ കൂര്യാട് റഷീദിനെയും കൂടിയും കൂട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹോട്ടലിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ കാണിക്കും ലാസ്റ്റ്. എല്ലാ ഐറ്റം മീനുകളും കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഈ ഹൈവേൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ യാത്രയിൽ ഹൈവേ ആണ് ഫുള്ളായിട്ട് ഹൈവേൻ്റെ വ്യൂസ്. നമ്മൾക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ല അടിപൊളി റോഡായി മാറിയിട്ടുണ്ട് നമ്മളെ റോഡൊക്കെ. തിരുവനന്തപുരം കാസർഗോഡ് ഹൈവേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൽ യാത്ര ചെയ്യുമ്പോഴേ ഉള്ളൊരു ഫീലിങ്സ് അതൊരു പ്രത്യേകത ഫീലിങ്സ് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുറേ ദൂരം നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ഹൈവേയുടെ ഒരു പ്രത്യേക സൗകര്യം അതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ അസ്വർ ജാബിർ ഞങ്ങൾ 2-3 സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്നത്. നമ്മൾ പഠിക്കൽ ഒരാളെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അസ്വറിൻ്റെ സുഹൃത്തിനെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്നതിന് ആ വഴി അതിവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കൂര്യാട് പോകേണ്ടി വന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. കൂര്യാട് പോകേണ്ടി വന്നു. കൂര്യാട് നമ്മളെ റഷീദിനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ റഷീദിനെയും കണ്ടു. അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റഷീദിനെയും കൂട്ടി നമ്മളിങ്ങനെ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാണ്. അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈവേയിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ചോറും മീനും എന്നുള്ള ഒരു ഹോട്ടൽ ലക്ഷ്യം ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. ചോറും മീനും എന്നുള്ള ഒരു ഹോട്ടലിൻ്റെ ലക്ഷ്യമാക്കിയിട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പോൾ അതിവിടുത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരസ്യം വരാറുണ്ട് ഈ ഹോട്ടലിനെ കുറിച്ചുള്ള. അപ്പോൾ ആ ഒരു പരസ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. കാരണം വെറൈറ്റി മീനുകൾ, എല്ലാ ഐറ്റം മീനുകൾ കിട്ടും. അതുപോലെ തന്നെ അതിനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ ചെന്നാൽ. അപ്പോൾ അതൊക്കെ നമ്മളിതിൽ കാണിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഹൈവേ വളരെ രസകരമായ രീതിയിൽ പോകുന്ന ഒരു ഹൈവേയാണ്. ഇതിലുള്ള യാത്ര ഭയങ്കര രസമാണ് കാണാൻ. ചുറ്റുഭാഗമുള്ള ഒരു വ്യൂസാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അവിടെ റോഡുകൾ കണ്ടില്ല നിങ്ങൾ? എന്താ റോഡ്! ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഹൈവേ പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത്രയും ലോങ് ആയിട്ട് ട്രിപ്പ് അതിൽ പോകുന്നത്. ഇതിൻ്റെ കുറേ മുന്നേ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുന്നുംപുറം ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ കൂര്യാട് ഭാഗത്ത് കൂടെ പോകുന്ന ഈ ഹൈവേയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരെ കുറ്റിപ്പുറം ഭാഗം വരെയാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. കുറ്റിപ്പുറത്തുനിന്ന് തിരൂരിലേക്കുള്ള റോഡാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന ചോറും മീനും എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ നിലക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ സ്ഥലം പറഞ്ഞാൽ മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ചോറും മീനും എന്ന് പറയുന്ന ഈ കട നിൽക്കുന്നത്. തിരൂര് കുറ്റിപ്പുറം റോഡിൽ മഞ്ചാടി എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ ഈ ചോറും മീനും എന്ന് പറയുന്ന ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഭയങ്കരമായിട്ട് രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ യാത്ര ഹൈവേയിലൂടെയുള്ള ഈ യാത്ര നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിട്ടോ. നമ്മളെ ചോറും മീനും എന്ന് പറയുന്ന സ്ഥലത്തെത്തി നമ്മൾ. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള വണ്ടികൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. കണ്ടമാനം വണ്ടികളാണ് ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിലുള്ള ആളുകളാണ് ഇവിടെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വന്നത്. ഈ വണ്ടികൾ മുഴുവൻ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഈ വിൽക്കുന്ന പാലടപ്പായസമാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ ഈ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് ഇത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം, വേറെ വാങ്ങി കഴിക്കണം. ഇതിന് 30 രൂപയ്ക്കാണ് ഈ പായസത്തിന്. പിന്നെ അകത്ത് ഉള്ളതൊക്കെ പിന്നെ അകത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ അവിടെ കൊടുത്ത് ബില്ലടച്ച് പോരുക ചെയ്യുക. ഈ പായസം മാത്രം പുറത്തുനിന്ന് നമ്മൾ എക്സ്ട്രാ ബില്ല് പേയ്മെൻറ്റ് ചെയ്യണം. എക്സ്ട്രാ കഴിക്കുന്നതിന് വേറെ ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടില്ല അവിടെ തിരക്ക്. അതിൻ്റെ ഈ ഹോട്ടലിൻ്റെ ചുറ്റുഭാഗത്തുള്ളൊരു പാടാണ് നിട്ടത്. ഈ ഹോട്ടലിനെ ചാരി ആണ് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് റോഡും ഒരു ഭാഗത്ത് പാടുമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പാടാണ് കാണിച്ചത്. അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി അവിടെ ഇരുന്നിട്ടോ ഭക്ഷണം ഓർഡർ ചെയ്തു. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഭക്ഷണം വരെയുള്ള ഒരു കാത്തിരിപ്പാണ്.
അപ്പോൾ ചോറ് അതിക്ക് ഒരുപാട് ഐറ്റം കൂട്ടാൻ 5-8 ഐറ്റം കൂട്ടാനുകൾ, കറി വേറെ വ്യത്യസ്തമായിട്ട് 2-3 ഐറ്റം കറി, എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ അവിടെ. പപ്പടമൊക്കെ 2-3 പപ്പടങ്ങളൊക്കെയാണ് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് വെച്ച് തരുന്നത്. ഒരാൾക്ക് തന്നെ 2-3 പപ്പടമൊക്കെയാണ്. അപ്പം നല്ല ഭക്ഷണമൊക്കെ അമിതമായിട്ടുള്ളൊരു റേറ്റ് ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ഇത്രയും കൂടുതൽ അവിടെ പോകുന്നത്. മീനും ചോറും കൂട്ടാനൊക്കെ ഉണ്ട് എന്നതിലപ്പുറം അതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിനനുസരിച്ചുള്ള ഓവറായിട്ടുള്ളൊരു ബില്ല് അവർ വാങ്ങാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്രയും ഭാഗത്തുനിന്ന് ഇത്രയും കൂടുതൽ ആളുകൾ അവിടെ എത്തുന്നത്. അപ്പോൾ ഇത്രയും പരസ്യം ഇതിന് വരാനും ഇത്ര പ്രചരണം വരാനും ഇത്ര വൈറലാവാനൊക്കെ സാധ്യത വന്നത് ഈ ഒരു ഹോട്ടൽ ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. അവർ അമിതമായിട്ടുള്ളൊരു റേറ്റ് അവിടെ ഈടാക്കുന്നതില്ല. മീൻ വലിയ വില കൂടിയ മീനൊക്കെ ആകുമ്പോഴും അതിനനുസരിച്ചുള്ള ഓവർ റേറ്റൊന്നും അവർ ഈടാക്കും. നമ്മൾ ഈ കാളാഞ്ചി എണ്ണ നല്ല റേറ്റ് വരുന്നൊരു മീനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ മാന്തളും ഓർഡർ ചെയ്തിട്ടുണ്ട്, കാളാഞ്ചി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പപ്പടമൊക്കെ കണ്ടില്ല ഞങ്ങൾ ഒരു ആൾക്കാർ 2 പപ്പടമൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നവർ. ചിലപ്പോൾ വേണമെങ്കിൽ പിന്നെയും വേണമെങ്കിൽ ഒന്നുകൂടെ കൊടുക്കും. കറി എത്ര വേണമെങ്കിലും ചോദിച്ചാൽ കൊടുക്കും. ചോറ് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡാണ്. എത്ര വേണമെങ്കിലും നമുക്ക് വയറ് നിറയെ കഴിക്കാം. കൂട്ടാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂട്ടാൻ. അപ്പോൾ അതിനനുസരിച്ച് ഉഷാറായിട്ട് കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉള്ളതുകൊണ്ട് ആണ് ആളുകൾ ഇത്രത്തോളം ഇവിടെ എത്തിപ്പെടുന്നത്. ആളുകൾ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ എത്തിപ്പെടുകയാണ്. അവിടെ തിരക്കണ്ടില്ല ഞങ്ങൾ, ഇത് ഫുള്ള് തിരക്ക്. ആൾക്കാർ ടേബിളിലെ ആളുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന ആളുകൾ എണീക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ ഉള്ള ആളുകൾ കേട്ടോ. കാരണം അത്ര ആളുകൾ ഇങ്ങനെ തിരക്കി വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം ഭക്ഷണം കഴിച്ച് നീക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പുറത്ത് അത്രത്തോളം വെയിറ്റിങ്ങിലാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന ഈ പരസ്യം ഇതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോൾ ഇവിടെ കൂടി ഒന്ന് പോയാൽ ഈ ഹോട്ടലും കൂടി ഒന്ന് പരിചയപ്പെടാമെന്നുള്ള നിലക്ക് ഈ പരസ്യമൊക്കെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോയത്. അപ്പോൾ ഈ പരസ്യത്തിൽ കാണുന്നത് പോലെ തന്നെ അടിപൊളിയാണ്, ഉഷാറാണ് ഇവിടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. നമ്മൾ പഠിക്കലെ നമ്മുടെ മുസ്തഫാഖാൻ്റെ വീട്ടിൽ കൂടി പോയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ.